ഈ ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? രാജേഷിന് എന്തായിട്ടാണ് തോന്നിയേക്കണേ? നമ്മുടെ കുഞ്ഞിലെ നമ്മുടെ വീട്ടുകാർ പഠിപ്പിച്ചെന്ന ആ മാർഗത്തിലൂടെയാണ് എല്ലാവരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോളോ അപ്പ് ചെയ്ത എല്ലാവരും വന്ന് ദൈവത്തെ നീ ഇങ്ങനെ പ്രാർത്ഥിക്കൂ പഠിപ്പിച്ചു വന്നേക്കുന്ന രീതിയിൽ പോകുന്നു. ഇതൊന്ന് ആവശ്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടി രീതികളെ പറ്റിയിട്ട് ഈ പറയുന്നത്. അതായത് നമ്മുടെ അച്ഛനമ്മ നമ്മളോട് പറയുന്നത് ആ ദൈവത്തോട് പ്രാർത്ഥിച്ചോ, ദൈവം നിങ്ങളുടെ ആവശ്യങ്ങൾ നടത്തി തരാം. ആ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചോ, ആ അമ്പലത്തിൽ പോയി നിന്ന് പ്രാർത്ഥിച്ചോ, കാര്യങ്ങൾ നടത്തി തരും. ഇല്ല, കാര്യങ്ങൾ നടത്തേണ്ടതും കാര്യങ്ങൾ നടത്തിയെടുക്കേണ്ടതും നമ്മളാണ്. ദൈവം എന്ന് പറയുന്നത് എനർജി ലെവലിൽ നമുക്ക് തരുന്ന സപ്പോർട്ടാണ്. കാരണം എന്താ, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ എനർജി എന്ന് പറയുന്നതിൻ്റെ മിക്സാണ്. ഈ ഹോർമോൺ വേരിയേഷൻ വരണമെങ്കിൽ അതിന് കൃത്യമായ എനർജി ഫ്ലോയുടെ ആവശ്യമുണ്ട്. ആ എനർജീനെ കൂടിയ അളവിൽ പ്രാണോർജ്ജത്തെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യുക, അതിനെ ചലിപ്പിക്കുക, അതിനെ കൊണ്ടുപോവുക, നല്ല രീതിയിൽ ബ്രെയിനെ ഉത്തേജിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രോസസ്സ്, നമ്മളെന്താണോ പ്രൊഫഷൻ, നമ്മുടെ മേഖല എന്താണോ ആ മേഖലയിൽ തിളങ്ങി ജീവിക്കുക. അത് നമുക്ക് എന്ത് വേണം? നല്ല സ്പിരിച്വൽ ആയിട്ടുള്ള പ്രോസസ്സ് വേണം. ദൈവം ഒരിക്കലും നമ്മുടെ കാര്യങ്ങൾ നടത്തി തരാനുള്ള ആളല്ല. ദൈവവിശ്വാസം നിങ്ങളെ പറഞ്ഞ് പറ്റിച്ചു. ഇവിടെ ഇപ്പോഴും ഈ ഈശ്വര വിശ്വാസമില്ലാത്ത ആളുകളെല്ലാവരും പറയുന്നൊരു കാര്യമുണ്ടല്ലോ, എന്തുകൊണ്ട് ഒരു ദുരന്തം നടന്ന സമയത്ത് നിങ്ങളുടെ ദൈവം നിങ്ങളെ രക്ഷിച്ചില്ല? വയനാട് ദുരന്തം നടന്നു, എന്ത് രക്ഷിച്ചില്ല? നിങ്ങൾക്ക് സുനാമി നടന്നു, എന്തുകൊണ്ട് നിങ്ങൾ രക്ഷിച്ചില്ല? നിങ്ങൾ മറ്റു കാര്യങ്ങൾ നടന്നു, എന്തുകൊണ്ട് നിങ്ങൾ രക്ഷിച്ചില്ല? എന്തുകൊണ്ടപ്പോൾ സയൻസ് രക്ഷിച്ചില്ല? ശാസ്ത്രം രക്ഷിച്ചില്ല? ശാസ്ത്രമാണല്ലോ ഇവിടുത്തെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അവർക്ക് രക്ഷിക്കാൻ പറ്റില്ല? അപ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത് ദുരന്തങ്ങളാണ്. ഈ ദുരന്തങ്ങളെ ഒരിക്കലും ഇവിടെ കൺട്രോൾ ചെയ്യില്ല. ഇതേ ദുരന്തങ്ങൾ ഇപ്പം നമ്മൾ ശൂന്യാകാശത്ത് പോയി നമ്മളിങ്ങനെ നിൽക്കുക, നമ്മുടെ തലയിലൊന്ന് ഉൽക്കടിച്ച് നമ്മൾ മരിച്ചു ഇല്ലേ? മരിച്ചു പോവും. അത് നമ്മൾ ദൈവത്തെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മളൊരു ദൈവവിശ്വാസി ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴത്തോട്ട് ചാടി താഴെ വീണ മരിച്ചു. ഒരു ദൈവവിശ്വാസി വെള്ളത്തിൽ മുങ്ങിയാലും മരിച്ചു, ദൈവവിശ്വാസം ഇല്ലാത്തവന് വെള്ളത്തിൽ മുങ്ങിയാൽ മരിച്ചു. ഇതായിട്ട് ദൈവമായിട്ടൊന്നും ബന്ധമില്ല. ഈ ദൈവം എന്ന് പറയുന്നത് നിങ്ങളെ സംരക്ഷിക്കും, നിങ്ങളെ രക്ഷിക്കും, നിങ്ങളെ അങ്ങനെ ചെയ്യും, നിങ്ങൾ ഇങ്ങനെ ചെയ്യും, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും എന്ന് പറയുന്ന കള്ളത്തരങ്ങളാണ് ഈശ്വരൻ്റെ തലയിൽ കെട്ടിവെച്ച്. ഒന്നുമില്ല. നമുക്ക് ചില ആയുസ്സുകളുണ്ട്, നമുക്ക് ചില കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങളിലൂടെ മാത്രമേ നമ്മൾ കടന്നു പോവുള്ളൂ. അതല്ലാതെ ഇവിടെ നിങ്ങൾ പറയുന്ന ടിപ്പിക്കൽ ദൈവവിശ്വാസമൊന്നും ഇവിടെ ഇല്ല. അമ്പലങ്ങളും പള്ളികളും എനർജി പോയിന്റുകൾ, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. അത് എനർജി പോയിന്റുകൾ. അവിടുത്തെ പോയി എനർജി സ്വീകരിക്കൂ. ആ എനർജി സ്വീകരിച്ച എനർജി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠനാവശ്യങ്ങൾക്കും, ജോലി എടുക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ പ്രൊഫഷൻ കാര്യങ്ങൾക്കും, കലാപരമായിട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ കലാപരമായ കാര്യങ്ങൾക്കും വേണ്ടി ആ എനർജിയെ യൂസ് ചെയ്യാൻ പഠിക്കണം. അത് എവിടെയെങ്കിലും ഒരു ഗുരുവിൻ്റെ കീഴിൽ പോയി നിങ്ങൾ അഭ്യസിക്കണം. അതല്ലാതെ നിങ്ങൾ വെറുതെ ഇരുന്നുകൊണ്ട് കുറേ പുസ്തകങ്ങൾ വായിച്ച് കുറേ കാര്യങ്ങൾ കണ്ട്. ഇവിടെ നമുക്ക് കുറേ ഓൺലൈൻ സയൻറ്റിസ്റ്റുകളുണ്ട് നമ്മുടെ ചുറ്റുപാടും. ഈ ഓൺലൈൻ സയൻറ്റിസ്റ്റുകൾ എന്ന് പറയുന്നത് വളരെ ചെറുപ്പക്കാരായ പിള്ളേരും കുറച്ച് ചെറുപ്പക്കാരിയായ പെൺകുട്ടികളാണ്. ഇവരെല്ലാവരും ഭയങ്കര വിശ്വാസികളായിട്ട് വന്ന ആളുകളാണ്. ചെറുപ്പത്തിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട മതവിശ്വാസമായി വന്നവരാണ്. അപ്പോൾ ഇവരുടെ അച്ഛനും അമ്മയും ഇവരുടെ പുരോഹിതരും പറഞ്ഞു കൊടുത്ത ദൈവികത, ആത്മീയതയാണ് ഇവരുടെ അറിവ്. പിന്നെ ഇവരെന്തെങ്കിലും മതപുസ്തകങ്ങളോ മറ്റു പല ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് നോക്കിയിട്ടായിരിക്കും ഇവർ അറിവുകൾ ക്രിയേറ്റ് ചെയ്തത്. ഞാൻ എൻ്റെ സ്പിരിച്വാലിറ്റിയും എൻ്റെ ദൈവവിശ്വാസം ഒന്നും ഒരു മതഗ്രന്ഥങ്ങളും ഒരു വിശ്വാസങ്ങളും ഒരു പുരോഹിത വർഗ്ഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടല്ല നിൽക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയ എൻ്റെ പരമ്പര എനിക്ക് മനസ്സിലാക്കി തന്ന, എൻ്റെ അനുഭവം എനിക്ക് മനസ്സിലാക്കി തന്ന ആത്മീയതയിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നത്. അതിലെനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആ അനുഭവത്തിൽ ഞാൻ നിൽക്കുന്നത്. അത് എൻ്റെ ലൈഫിൽ പല മാറ്റങ്ങൾ എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ട്. എൻ്റെ കൂടെ നടക്കുന്ന ആളുകൾക്ക് ആ മാറ്റങ്ങൾ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ നിൽക്കുന്നത്. അതല്ലാതെ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് വിമർശിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ ഒരു കാര്യമില്ല. കാരണം എന്താ, ഈ ഓൺലൈൻ സയൻറ്റിസ്റ്റുകൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഓൺലൈൻ സയൻറ്റിസ്റ്റ് കുഞ്ഞുങ്ങളുണ്ട്. ഇവരുടെ വിചാരം ഇവർ ഭയങ്കര സയൻറ്റിസ്റ്റുകളാണ്. ഈ കുട്ടികളുടെ വിചാരം ഇവർ ഈ ഓൺലൈൻ നോക്കി കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കും. ഇവിടെ കുറേ എത്തിസ്റ്റ് ഗ്രൂപ്പുകളുണ്ടല്ലോ, അവരുടെ കയ്യിൽ നിന്ന് കുറേ കാര്യങ്ങൾ കേൾക്കും. ഇവരെല്ലാവരും ടിപ്പിക്കലി ദൈവത്തെ പറ്റി പറയുന്നത്. ഇവിടെ ആര് പറഞ്ഞു ദൈവം അങ്ങനെയാണ്? ഏതെങ്കിലും ഒരു പുരോഹിതം പറയുന്നതാണോ ദൈവം? ഏതെങ്കിലും മതഗ്രന്ഥങ്ങൾ പറയുന്നതാണോ ദൈവമല്ല. നിൻ്റെ ദൈവത്തെ നീ അനുഭവിക്കാൻ പഠിക്കണം. അനുഭവതലം ഉണർത്തണം, അനുഭവത്തെ തിരിച്ചറിയണം, അനുഭവം എന്താണെന്ന് മനസ്സിലാക്കണം. അതിലൂടെ നിൻ്റെ മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള വളർച്ചയിലോട്ട് ആ ദൈവവിശ്വാസം, ദൈവം എന്ന് പറയുന്നത് എനർജി, ആ ബോധത്തെ നിങ്ങൾ വളർത്തിയെടുക്കണം. ഇതാണ് ദൈവം. അതായത് ഈ പറഞ്ഞു വെച്ചത് ഒന്നുമല്ല. ഇതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുന്നേ മനുഷ്യന് മനസ്സിലാവാൻ വേണ്ടി അവൻ്റെ ഉള്ളിൽ ഫിയർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇനി ദൈവത്തിനോട് നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദൈവത്തിനോട് നമ്മൾ ക്ഷമ ചോദിക്കണം. ഈ ദൈവം എന്ന് പറയുന്നതും പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. നമ്മളോടാണ് പ്രാർത്ഥിക്കുന്നത്, ദൈവത്തോടല്ല. ദൈവത്തോടാണ് പ്രാർത്ഥിക്കണമെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന എല്ലാ മനുഷ്യർക്കും നല്ലത് വരണ്ടേ? ഇവിടെ ആർക്കും നല്ലത് വരുന്നത്? ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ പള്ളികളിലും ഒരു മാസം എത്ര ലക്ഷം പേരാണ് പോകുന്നത്? എന്നിട്ട് അവിടെ എത്ര പേർക്ക് പ്രാർത്ഥന കേൾക്കുന്നുണ്ട്? 1% ആളുകളുടെ പ്രാർത്ഥനയിൽ കേൾക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അവിടെ ദൈവം ഉണ്ടെന്നാണോ ദൈവം ഇല്ലാന്നാണോ?
നിങ്ങൾ മനസ്സിലാക്കി തെറ്റിപ്പോയി. നിങ്ങളെ മതങ്ങൾ നിങ്ങളെ പറ്റിച്ചു, മതങ്ങൾ നിങ്ങളെ വഞ്ചിച്ചു, നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചേക്കുക. ഇതൊന്നുമല്ല ഈശ്വരൻ, ഇതൊന്നുമല്ല ആത്മീയത, ഇതൊന്നുമല്ല സ്പിരിച്വാലിറ്റി. നിങ്ങളുടെ മിസ്റ്റേക്കുകളെ, നിങ്ങളുടെ കുറവുകളെ, നിങ്ങളുടെ കഴിവില്ലായ്മകളെ ഇതിനെല്ലാം മാറ്റാനും വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്ക് മാത്രമാണ് സ്പിരിച്വാലിറ്റി. നിങ്ങളോട് ആര് പറഞ്ഞു ദൈവത്തിൻ്റെ മുന്നിൽ ഒന്ന് കൈകൂപ്പി നിന്ന് പ്രാർത്ഥിക്കാൻ? പുരോഹിതർ പറഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നിട്ട് ഈ പുരോഹിതരുടെ ജീവിതം നല്ലതാണോ? അല്ല. ആരാണ് ഇവിടെ ആത്മീയതയുടെ നിറവേലെത്തി നിൽക്കുന്നത്? ഒരാളുമില്ല. നമ്മൾ നമ്മുടെ ഉള്ളിലെ ആത്മീയത വളർത്തുക എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ മിസ്റ്റേക്കുകളെയോ നമ്മുടെ ഉള്ളിലെ കുറവുകളെയോ കണ്ടെത്തി തിരുത്തുക എന്ന് പറയുന്നതാണ് ആത്മീയത. അതല്ലാതെ ഇത് ദൈവവുമായി ബന്ധപ്പെട്ട ഒന്നല്ല. ഈ തെറ്റിദ്ധാരണ നൂറ്റാണ്ടുകളായി ഇവിടെ കൈമാറി ഇപ്പം നമ്മളിൽ വന്ന് നിൽക്കുന്നു. നമ്മളിലെങ്കിലും ഈ മാറ്റങ്ങൾ വരണ്ടേ? നിന്നെ നന്നാക്കിയാൽ മതി, നിന്നെ നോക്കിയാൽ മതി, നിൻ്റെ ലൈഫിനെ നോക്കിയാൽ മതി. നിൻ്റെ കഴിവുകളെ, നിൻ്റെ കഴിവില്ലായ്മകളെ, നിൻ്റെ സ്റ്റെബിലിറ്റിനെ എല്ലാം മാനേജ് ചെയ്ത് പോയാൽ മതി. അതാണ് നിൻ്റെ ആത്മീയത. നീ ലോകത്തെ നന്നാക്കുന്നത് കൊണ്ടോ ലോകത്തിലെ മനുഷ്യർക്ക് നന്മ ചെയ്തുകൊണ്ടോ നിനക്ക് ഒരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല. നിനക്ക് കുറച്ച് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതിൻ്റെ അപ്പുറത്തോട്ട് എന്ത് കിട്ടും? നിൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറ്റൂ. ആ പ്രശ്നങ്ങളുടെ കാരണം ഒരുപക്ഷെ നമ്മുടെ മാനസികാവസ്ഥയാവാം, നമ്മൾ കഴിഞ്ഞു പോയ നമ്മുടെ സാഹചര്യമാവാം, എന്ത് വേണമെങ്കിലും ആവാം. അതിനെ തിരുത്തൂ. അതല്ലാതെ ഈ അവിടുന്ന് ഇവിടുന്ന് നെറ്റിൽ നിന്ന് നോക്കി അതും കുറ്റം പറഞ്ഞ് ഇതും കുറ്റം പറഞ്ഞ് ദൈവത്തിന് കുറ്റം പറഞ്ഞ് നടക്കുന്നത് നിങ്ങൾക്കൊരു ഗുണമില്ല. ദൈവത്തിന് നിങ്ങൾ കുറ്റം പറഞ്ഞില്ലെങ്കിൽ ഇവിടെ ഒന്നുമില്ല. ഈശ്വരൻ എന്താണെന്ന്, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ കോൺഫിഡൻസ് ആണ്. നിൻ്റെ ജീവിതത്തിൽ എന്തും ചെയ്യാനുള്ള, എന്തിനുമുള്ള ധൈര്യം തരുന്ന ഒരു ആത്മീയ ശക്തി. ആ ശക്തി നിൻ്റെ ഉള്ളിൽ ഉണ്ടാവണമെങ്കിൽ ഈ സാധനം ജനറേറ്റ് ചെയ്യണം. അല്ലാതെ നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിട്ട് ഈ കോൺഫിഡൻസ് എവിടെ നിന്ന് കിട്ടും? ഈ പറയുന്ന ഓൺലൈൻ സയൻറ്റിസ്റ്റ് കുഞ്ഞുങ്ങൾ വന്നിട്ട് ഇത് കൊണ്ടു കൊടുക്കും. അല്ലെങ്കിൽ പറയുന്ന മതവിശ്വാസമില്ലാത്ത ആളുകൾ ഇവർ നടത്തുന്ന പ്രോഗ്രാമിൽ ഒരാൾക്ക് കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റുമോ? രാജേഷ് എന്ന് പറഞ്ഞ് ഒരാൾക്ക്, ഒരു പ്രായമായ ഒരു അമ്മ, ഈ അമ്മയ്ക്ക് ആരുമില്ല. ഈ അമ്മ വീട്ടിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു പ്രായമായ അമ്മയെ സംബന്ധിച്ചിട്ട് എന്തെല്ലാം മാനസികമായ വെല്ലുവിളികളാണ് ഈ അമ്മ നേരിടേണ്ടി വരും. ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, രോഗബാധിത, മനസ്സിന് ധൈര്യം ഉണ്ടാവില്ല, പേടിയായിരിക്കും, ഡിപ്രഷനായിരിക്കും ഈ അമ്മയെ സംബന്ധിച്ചിട്ട്. ഈ അന്ധവിശ്വാസം പറഞ്ഞുകൊണ്ട് ദൈവവിശ്വാസം ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവർ പോയിട്ട് ഈ അമ്മേനെ പരിപാലിക്കുമോ? ഈ പറയുന്ന അമ്മയ്ക്ക് കോൺഫിഡൻസ് കൊടുക്കുമോ? അമ്മ ദൈവമില്ല, ദൈവം എന്ന് പറയുന്നത് സങ്കല്പമാണ്, ജീസസ് ക്രൈസ്റ്റ് ഇല്ല, അള്ളാഹു ഇല്ല, ഈ പറയുന്ന കൃഷ്ണനില്ല, ശിവനില്ല, ആരുമില്ല. അപ്പം അമ്മ പറയും ശരി, എന്നിട്ട് എൻ്റെ പ്രശ്നം മാറ്റിയതാ? പ്രശ്നം മാറ്റാൻ പറ്റില്ല. ദൈവവിശ്വാസം ഇല്ലയെന്ന് നമുക്ക് പറയാം, അപ്പോൾ ഭയങ്കര ഈസിയാണ്. കുറേ കഥകൾ നമുക്ക് വെച്ച് നിരത്താം. ഈ അമ്മയ്ക്ക് എന്ത് ഗുണമുണ്ട് അതുകൊണ്ട്? ഈ പ്രായമായ ഒരു അമ്മയ്ക്ക് അതിനകത്ത് എന്ത് ഗുണമുണ്ട്? തിരിച്ച് നോക്കി ചിന്തിച്ച് നോക്കൂ. കൃഷ്ണനുണ്ട്. ഈ അമ്മ അങ്ങ് വിശ്വസിക്കുക, കൃഷ്ണനുണ്ട്. ഗുരുവായൂർ പോയാൽ കൃഷ്ണൻ്റെ പ്രാർത്ഥന കേൾക്കും. ഈ അമ്മ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോവാം, കൃഷ്ണനോട് പ്രാർത്ഥിക്കുക. കൃഷ്ണൻ്റെ ഒരു വിഗ്രഹം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവച്ചു, അവിടെ കൃഷ്ണനുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരാളുണ്ട് എന്ന് ഈ അമ്മ വിശ്വസിക്കുക. അവിടെ വിളക്ക് കത്തിക്കുക. അപ്പോൾ കൃഷ്ണ നീ എന്നെ നോക്കണേ, കൃഷ്ണ എൻ്റെ അസുഖങ്ങൾ മാറ്റിത്തരണേ. ഈ അമ്മ സെൽഫ് കോൺഫിഡൻസ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ആണല്ലോ. അവിടെ കൃഷ്ണൻ ഉണ്ടോ ഇല്ല എന്നുള്ളത് വേറെ വിഷയമാണ്. അവിടെ കൃഷ്ണൻ്റെ വിഗ്രഹം മാത്രമേ ഇരിക്കുന്നുള്ളൂ. അങ്ങനെ ഈ അമ്മ ദൈവത്തെ കണ്ട് കൃഷ്ണനോട് വർത്താനം പറഞ്ഞ് കൃഷ്ണനെ കെട്ടിപ്പിടിച്ച് കൃഷ്ണനൊരു ഉമ്മ കൊടുത്ത് ഈ അമ്മയിൽ എന്താ ജനറേറ്റ് ചെയ്യുന്നത്? ഒറ്റപ്പെടൽ മാറാണ് അമ്മയ്ക്ക് ആണല്ലോ. ഈ അമ്മ ഒറ്റപ്പെടൽ മാറി അവിടെ ഒരാളുണ്ട്, എനിക്ക് എന്ത് വന്നാലും എന്തൊരു നെഗറ്റീവ് ഇഷ്യൂ വന്നാലും എൻ്റെ കൃഷ്ണൻ എന്നെ നോക്കിക്കോളും എന്ന വിശ്വാസത്തിലൊത്താണല്ലോ. ഈ കൃഷ്ണൻ എന്ന് പറയുന്നത് ഭയങ്കര വലിയ ശക്തിയാണ്, ഒരു ദൈവമാണ്, നമ്മളെ അമ്മേനെ പോലെ നോക്കും, ഉണ്ണിക്കണ്ണനാണ് എന്നുള്ള സ്നേഹിക്കാൻ ആരുമില്ലാത്ത ഒരു അമ്മ ഒരു വിഗ്രഹത്തിലോട്ട് നോക്കിയിരുന്ന് ഇതെല്ലാം ജനറേറ്റ് ചെയ്യുക. ഏത്? സ്വന്തം മകനെ പോലെ, കുഞ്ഞിനെ പോലെ, പിതാവിനെ പോലെ, എല്ലാവരെ പോലെ ആ വിഗ്രഹത്തെ നോക്കി കാണാം. ഈ അമ്മയ്ക്ക് ആരുമില്ല എന്നുള്ള തൊട്ട് മുന്നത്തെ തോട്ട്സ് ഉണ്ടല്ലോ, തൊട്ട് മുന്നത്തെ ഭയമുണ്ടല്ലോ, തൊട്ട് മുന്നത്തെ പേടിയുണ്ടല്ലോ, ഇത് അമ്മയ്ക്ക് ഉണ്ടാവില്ല. കാരണം എന്താ? കൃഷ്ണൻ അവിടെ ഇരിക്കുക. കൃഷ്ണൻ അവിടെ ഉണ്ടെന്നുള്ള അമ്മയുടെ വിശ്വാസമാണ് അമ്മേനെ വീട്ടിൽ ഒറ്റയ്ക്ക് ജീവിപ്പിക്കുന്നത്, അമ്മേനെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത്, അമ്മയ്ക്ക് അസുഖങ്ങൾ വരാതിരിക്കുന്നത് എല്ലാം ചെയ്യുന്നത്. അതല്ലാതെ ഇവിടെ പറയുന്ന ഈ എത്തിസ്റ്റുകൾ പോയിട്ട് കൃഷ്ണനൊന്നും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ കൃഷ്ണനുണ്ടോ ഇല്ലയോ ഒന്ന് നിങ്ങളവിടെ കൃഷ്ണനില്ല എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ബുദ്ധിയില്ലായ്മ. ആരുമില്ലാത്തൊരു സ്ത്രീക്ക്, ആരുമില്ലാത്ത മനുഷ്യർക്ക് ദൈവം ഉണ്ടാവുന്നതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം? ആ ദൈവസങ്കല്പത്തിൽ അവർ ജീവിക്കുന്നുണ്ട്. ഇപ്പം എന്നാ കുഴപ്പം? നമുക്ക് പോയിട്ട് ഇവരെ ആശ്വസിപ്പിക്കാൻ പറ്റുമോ രാജേഷ്? നമുക്ക് പോയിട്ട് ഇവർക്ക് എന്ത് കൊടുക്കാൻ പറ്റും? നമുക്ക് മാറി എന്ന അഭിപ്രായം പറയാനും ഈ സോഷ്യൽ മീഡിയ കൂടെ ദൈവമില്ലാന്ന് പറയാനുള്ളൂ. ദൈവമുണ്ടെന്ന് വിശ്വസിച്ച് ആത്മബോധം, കോൺഫിഡൻസ്, ധൈര്യം, ഒറ്റപ്പെടൽ തുടങ്ങിയിട്ടുള്ള അവസ്ഥകളെ ഈ പറഞ്ഞ മാനസികമായ അവസ്ഥകളെ മറികടന്ന് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരെ ഞാൻ കാണിച്ചു തരാം. എത്ര ആളുകൾ എൻ്റെ അടുത്ത് വരുന്നത്? അവർക്ക് ദൈവം ഉണ്ടെന്ന് വിചാരിക്കട്ടെ എന്ന് ഞാൻ പറയും. അതിനിപ്പോൾ എൻ്റെ കുഴപ്പമുണ്ട് അതിൻ്റെ അകത്ത്. നിങ്ങളെന്തിനും ദൈവമില്ലാന്ന് നിങ്ങൾ പറയുന്നത് പുരോഹിത വർഗത്തെ പറ്റിയിട്ടാണ്.
നിങ്ങൾ പറയുന്ന ടിപ്പിക്കലി സ്പിരിച്വാലിറ്റിയെ പറ്റിയിട്ട് അതിൽ നടക്കുന്ന ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി അതിനെപ്പറ്റി പറഞ്ഞോ. പക്ഷെ ഇതൊന്നല്ല, ഇതുകൊണ്ടൊന്നും കാര്യമില്ല. അതിന് പാകത്ത് വേറൊരാളാണ്. ചില ആളുകൾ പട്ടിക്കുഞ്ഞിനെ വാങ്ങിച്ച് വളർത്തും. ആ പട്ടി, ആ നായ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസമല്ലേ. അപ്പോൾ ദൈവം എന്ന് പറയുന്നത് ഒരാളെ സംബന്ധിച്ചിട്ട് മാനസികമായ സന്തോഷവും ആനന്ദവും കോൺഫിഡൻസും ഒറ്റപ്പെടലിൽ നിന്നുള്ള അവസ്ഥകളെല്ലാം മാറ്റി കൊടുക്കുന്ന ഒന്നേ ആയിട്ട് അവർ കാണുന്നത്. അത് അവരുടെ മനസ്സ്. ആ കൃഷ്ണൻ എന്ന് പറയുന്നത് ഈ അമ്മയുടെ മനസ്സാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് വിമർശിക്കാം. ദൈവവും ഒരു മനുഷ്യനും, ദൈവം എന്ന് പറയുന്ന വിശ്വാസവും ഒരു മനുഷ്യനും തമ്മിൽ അഗാധമായ ബന്ധത്തിൽ നിൽക്കുന്നത്. അതിന് പകരം എൻ്റെ ഫോട്ടോ കൊണ്ടുവച്ചാൽ മതിയോ? നിൻ്റെ ഫോട്ടോ കൊണ്ടുവച്ചാൽ അമ്മ സമ്മതിക്കുമോ? ഈ പറയുന്ന എത്തിസ്റ്റുകളുടെ ഫോട്ടോ കൊണ്ടുവച്ചാൽ ഇവർ സമ്മതിക്കുമോ? സമ്മതിക്കില്ല. അതിന് ദൈവം തന്നെ വേണം, അതിന് ആ രൂപം തന്നെ വേണം, അതിന് അത്ര ക്യൂട്ടായ രൂപം തന്നെ അവിടെ വേണം. ഇതൊരു സൈക്കോളജിയാണ്. ഇതെന്നാണ് ഇവർക്ക് മനസ്സിലാവുന്നത് ഈ കാര്യങ്ങളെല്ലാം? അമ്മ പ്രാർത്ഥിക്കട്ടെ, അവിടെ കൃഷ്ണൻ്റെ സാന്നിധ്യം വരാൻ തുടങ്ങും. ചിലപ്പോൾ അമ്മ കൃഷ്ണൻ സ്വപ്നത്തിൽ പോയി കൃഷ്ണൻ സംസാരിക്കാൻ തുടങ്ങും. ചിലപ്പോൾ അമ്മയുടെ അസുഖങ്ങൾ ചിലപ്പോൾ ഹീൽ ചെയ്യും. അത് സെൽഫായിട്ട് തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചു, അതിനെന്നെ കുഴപ്പം. അപ്പോൾ നമുക്ക് പറയിലൊക്കെ പറയാം, ഇതിനകത്ത് വലിയ ചില കാര്യങ്ങളുണ്ട്. അത് ഒരു പക്ഷേ ഈ എത്തിസ്റ്റ് കുഞ്ഞുങ്ങൾക്കൊന്നും ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത് കുറച്ചുകൂടി ഉയർന്ന തലത്തിലുള്ള കാര്യങ്ങളാണ്.